Hello everyone. Welcome to another short segment of topic description അല്ലെങ്കിൽ topic introduction. നമ്മൾ ഇന്ന് ക്രിട്ടിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 കഴിഞ്ഞിരിക്കുന്ന ഏതൊരു കുട്ടിക്കും വരുന്ന കൺഫ്യൂഷനാണ് അടുത്ത ഏത് കോഴ്സ് എടുക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ബിസിനസ് മേഖലയിലേക്കാണ് തിരിയാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, MBA ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐഡിയൽ കോഴ്സാണ് IPMAT JIPMAT എൻട്രൻസ് എക്സാമിനേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് MBA കോഴ്സസ്. 5 വ്യത്യസ്ത IIMകളിലേക്കായിട്ട് 3 എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ് നടന്നു വരുന്നത്. IPMAT ഇൻഡോർ, IPMAT റോടെക് ആൻഡ് JIPMAT. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് IIMകൾ എന്ന് നിങ്ങൾക്കറിയായിരിക്കും. സോ ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് ഡിഗ്രി നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ആഡഡ് അഡ്വാൻറ്റേജസ് ഒത്തിരിയുണ്ട്. എക്സ്പോഷറും കാര്യങ്ങളും മികച്ച ഫാക്കൽറ്റീസും ക്യാമ്പസ് ലൈഫും അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് IIMകൾ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു IIMൽ ജോയിൻ ചെയ്ത് MBA ചെയ്യാൻ, ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്കൂൾ ടു IIM ജോയിൻ ചെയ്യുക. എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ് അല്ലേ. ആൻഡ് ആ കടമ്പനെ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത്. സിലബസ് മനസ്സിലാക്കുക ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു എനി പ്രിപ്പറേഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെർബൽ എബിലിറ്റി എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സെക്ഷനാണ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൽ. ആൻഡ് ഈ വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിനകത്ത് വരുന്ന ഓരോരോ ടോപ്പിക്സിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ക്രിട്ടിക്കൽ റീസണിങ്. എന്താണ് ക്രിട്ടിക്കൽ റീസണിങ്? പേര് പോലെ തന്നെ അറിയാം, അതിനകത്തൊരു റീസണിങ് ക്വാളിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. സോ വെർബൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് വൊക്കാബുലറി ബേസ്ഡോ ഇംഗ്ലീഷ് യൂസേജ് ബേസ്ഡോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണ വരിക എന്നുള്ളതാണ്. പക്ഷേ അത് മാത്രമല്ല വരിക, കുറേയൊക്കെ അനാലിസിസും റീസണിങ്ങും ആവശ്യമുള്ള തരം ചോദ്യങ്ങളും നമുക്ക് ഈ ഒരു സെക്ഷനിൽ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ്. ക്രിട്ടിക്കൽ റീസണിങ് എന്താണ്? ക്രിട്ടിക്കൽ റീസണിങ് പാരഗ്രാഫ് വിച്ച് ഇസ് യൂഷ്വലി ആൻ ആർഗ്യുമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, സോ ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പാരഗ്രാഫാണ്. ഒരു CR പാസേജ് അല്ലെങ്കിൽ CR പാരഗ്രാഫ് എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു പാസേജ് ഓർ പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആൻഡ് അതിനകത്ത് യൂഷ്വലി ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ഈ ആർഗ്യുമെൻറ്റിനകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാണത്? പ്രെമിസ് ഉണ്ട്, അസംഷൻ ഉണ്ട്, ഇൻഫറൻസ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. സോ ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സാധാരണയായി കാണാൻ പറ്റുന്നത് ഒരു ചെറിയ പാരഗ്രാഫാണ് വിച്ച് എസെൻഷ്യലി ഹാസ് എൻ ആർഗ്യുമെൻറ്റ് വിത്തിൻ ഇറ്റ്. ആൻഡ് ഈ ആർഗ്യുമെൻറ്റിന് ഒരു പ്രിമിസ് ഉണ്ടാവും, ഒരു അസംഷൻ ഉണ്ടാവും, ഇൻഫറൻസ് ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും. ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ടു IIM കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്രിട്ടിക്കൽ റീസണിങ് പാസേജസ് സോൾവ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ റീസണിങ് കേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നീക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെക്നീക്സ് ടു ഐഡൻറ്റിഫൈ ദ റെലവൻസ് ഓഫ് ദ റീസണിങ് ആൻഡ് ദ വേസ് ഇൻ വിച്ച് റീസണിങ് ഗോസ് ഓവർ. മിക്കവാറും നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്ന നിങ്ങൾ റീസണിങ് ചെയ്യും, നിങ്ങൾ റീസൺസ് കണ്ടുപിടിക്കും, പക്ഷേ മോസ്റ്റ് ഓഫൺ ആ റീസൺസൊക്കെ നമ്മുടെ കേസിന് ആപ്ലിക്കബിൾ ആകാത്ത റീസൺസ് ആയിരിക്കും. അതുപോലെ തന്നെ കുറേ എറേഴ്സ് അതിലുണ്ടാകും. സോ എന്താണ് ഈ എറേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എറേഴ്സ് വരാതെ നിങ്ങളുടെ റീസണിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എറേഴ്സ്? ഫാലസി ഓഫ് ഇറെലവൻറ്റ് റീസൺ. ഫാലസി എന്ന് പറഞ്ഞാൽ എററാണ്. അപ്പോൾ ഒരു ഇറെലവൻറ്റ് റീസൺ കൊടുക്കുന്ന എററിനെയാണ് നമ്മൾ ഫാലസി ഓഫ് ഇറെലവൻറ്റ് റീസൺ എന്ന് പറയുന്നത്. ദെൻ കോറിലേറ്റിംഗ് ദ റോങ് എൻഡ്സ്, അതാണ് അടുത്ത മിസ്റ്റേക്ക്. കോറിലേറ്റിംഗ് ദ റോങ് എൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ട്രൂ ആയിരിക്കുന്ന സംഭവം എല്ലാ സന്ദർഭങ്ങളിലും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് റോങ് എൻഡ്സ് ആയിരിക്കും. അതാണ് കണക്റ്റിംഗ് ദ റോങ് എൻഡ്സ് എന്ന് പറയുന്ന എറർ. ദെൻ ജനറലൈസിങ് ദ സിറ്റുവേഷൻ, ഇതും അതുപോലെയാണ്. ഒരു പർട്ടിക്കുലർ, ഏകദേശം അതുപോലെയാണ് കേട്ടോ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ
ടോട്ടൽ സിറ്റുവേഷനിലും ആപ്ലിക്കബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യുന്ന ഒരു തെറ്റാണ് ജനറലൈസേഷൻ ഓഫ് ദ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇക്വിവക്കേഷൻ സംഭവിക്കുന്നത് വേർഡ്സ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവാതിരിക്കുമ്പോഴാണ്. അതായത് കോണ്ടെക്സ്റ്റുവലായിട്ട് ഒരേ വേർഡ്സ് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാകാതെ വരികയും നമുക്ക് പാസേജ് തന്നെ മനസ്സിലാകാണ്ട് വരികയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇക്വിവക്കേഷൻ എറേഴ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ദി ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഒരു ആർഗ്യുമെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനും വീക്കൻ ചെയ്യാനും പല പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, സോ യു ക്യാൻ ആഡ് പോയിൻറ്റ്സ് ടു സ്ട്രെങ്തൻ ദി ആർഗ്യുമെൻറ്റ് ഓർ വീക്കൻ ദി ആർഗ്യുമെൻറ്റ്. സോ അതും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മുടെ ആർഗ്യുമെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതെന്നും ഏതൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മുടെ ആർഗ്യുമെൻറ്റിനെ വീക്കൻ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീസണിങ് തെറ്റാതിരിക്കാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കോമൺ എറേഴ്സ്. ഇതിങ്ങനെ പഠിച്ചാൽ പോരാ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ആൻഡ് പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസും ഇതിനുണ്ടായിരിക്കണം. കാരണം ഞാൻ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ടു IIM കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട. എങ്ങനെയാണ് ഒരു CR പാസേജിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ആദ്യം ഫേസ്റ്റ്ലി പേ അറ്റൻഷൻ ടു വാട്ട് ഈസ് ആസ്ക്ഡ്. എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കുക. ദെൻ റീഡ് ദ ഗിവൺ ആർഗ്യുമെൻറ്റ് ആൻഡ് മാർക്ക് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. തന്നിരിക്കുന്ന ആർഗ്യുമെൻറ്റ് നന്നായിട്ട് വായിക്കുകയും ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യണം. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എംപ്ലോയ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ് ടു ഫൈൻഡ് ദി ആൻസർ അവോയ്ഡിങ് ടു നാരോ ചോയ്സസ് ഓർ ജനറലൈസേഷൻ. അപ്പോൾ നിങ്ങൾ എലിമിനേഷൻ പ്രോസസ്സ് എംപ്ലോയ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് നാരോ ആയിട്ടുള്ള ചോയ്സസും ജനറൽ ചോയ്സസും അവോയ്ഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. സോ ഇങ്ങനെയാണ് ഒരു CR പാസേജിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. ഒരു CR പാസേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചെറിയൊരു പാസേജാണ് അല്ലേ? നമുക്കൊന്ന് വായിക്കാം. ദ ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ കോമേഴ്സ് ഹാസ് ബീൻ ഹാമ്പേർഡ് ബൈ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് ഇമ്പോസ്ഡ് ബൈ ഡിഫറെൻറ്റ് നേഷൻസ്. ഇൻ ഓർഡർ ടു ഗെയിൻ റെവന്യൂ, നേഷൻസ് ഇമ്പോസ് ഡ്യൂട്ടീസ് ഓർ താരിഫ്സ് ഓൺ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ്. Tariffs are also used as a means of restricting imports. Tariffs may be used to protect a home industry, to reduce imports, thus lessening the demand for a limited supply of foreign exchange, or to check declines in exchange rates. Such steps restrict trade. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി പറയുന്ന ഐഡിയ നിങ്ങൾ ഒന്നും കൂടെ വായിച്ചിട്ട് മനസ്സിലാക്കണം. ഒരൊറ്റ റീഡിങ്ങിലൂടെ മനസ്സിലാവത്തില്ല, ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കുക. ദെൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. സെലക്ട് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദിസ് പാസേജ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ടൈറ്റിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രൊട്ടക്റ്റിംഗ് നാഷണൽ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്. ഓപ്ഷൻ ബി മെത്തേഡ്സ് യൂസ്ഡ് ബൈ നേഷൻസ് ടു കൺസ്യൂം ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഇൻക്രീസ് റവന്യൂ. ഓപ്ഷൻ സി ഫങ്ഷൻസ് ഓഫ് താരിഫ്സ്. ഓപ്ഷൻ ഡി ഹൗ നേഷൻസ് ചെക്ക് ഡീക്ലൈൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. ഓപ്ഷൻ ഇ ബാരിയേഴ്സ് ടു കൊമേഴ്സ്. പാസേജ് നല്ലപോലെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ബാരിയേഴ്സ് ടു കൊമേഴ്സ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കൊമേഴ്സിൽ റെസ്ട്രിക്ഷൻസ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഡിസ്കഷൻ ഉള്ളത്. സോ ഓപ്ഷൻ ഇ ഈസ് ദി ആൻസർ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഇതുപോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാൻ, ഇൻഫറൻസ് കണ്ടുപിടിക്കാൻ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അത് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ. സോ നിങ്ങൾക്കിപ്പോൾ CR പാസേജും CRൻ്റെ ക്വസ്റ്റ്യൻസും എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ടോപ്പിക്കുകളെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഈ ഓരോ ടോപ്പിക്സിൻ്റെയും എല്ലാ ടോപ്പിക്സിനെയും ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ട് ഉള്ള കോൺസെപ്റ്റ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കോൺസെപ്റ്റ്സുകളും ടൈപ്പും ക്വസ്റ്റ്യൻസും സ്ട്രാറ്റജീസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും. പിന്നെ പ്രോബ്ലം സോൾവിങ്ങിന് മാത്രം മാറ്റിവെക്കുന്ന ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ CR എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിക്ക് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻസ് നമ്മൾ നടത്താറുണ്ട്. അത് നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നടത്താറുണ്ട്. ദെൻ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെഫറൻസിന് വേണ്ടിയിട്ട്, വാല്യൂ ആഡഡ് നോട്ട്സ് ആയിട്ട്. ആൻഡ് നിങ്ങളുടെ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഒത്തിരിയും ടോപ്പിക് ടെസ്റ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം MBA ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാമിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? അതും
പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IIMകളിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ? JIPMAT, IPMAT എന്നീ എക്സാംസിൽ മികച്ച സ്കോറോടുകൂടി ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ ഒട്ടും തന്നെ വൈകാതെ സ്കൂൾ ടു IIM ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ ജോയിൻ സ്കൂൾ ടു IIM ആൻഡ് ഗ്രാബ് യുവർ സീറ്റ് ഇൻ ആൻ IIM. ഇതുപോലെ ഇനിയൊരു ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷനുമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ഗുഡ് ബൈ. താങ്ക് യു.